1991 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ അന്ന് BJPക്ക് 7.38% വോട്ട് കിട്ടിയിരുന്നു. എന്നാൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ട് അന്ന് 4.79%. 10 ലക്ഷം വോട്ട് കിട്ടിയിരുന്ന BJPക്ക് അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 6 ലക്ഷമായിട്ട് കുറഞ്ഞു. ഇത്രയും വോട്ട് വിവിധ മണ്ഡലങ്ങളിൽ UDFന് മാറ്റി ചെയ്തപ്പോൾ അന്ന് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി പരാജയപ്പെടുകയും UDF അധികാരത്തിൽ വരികയും ചെയ്തു. ആ 91 UDFൻ്റെ ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ച ആളുകൾക്ക് RSS അന്ന് വോട്ട് മറച്ചു ചെയ്തുകൊണ്ടായിരുന്നു തങ്ങൾ അധികാരത്തിൽ വന്നത് എന്നെങ്കിലും ഓർക്കാൻ UDF നേതാക്കന്മാർ തയ്യാറാവണം. ഇപ്പോൾ അതെല്ലാം നിരാകരിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന നീതികേടാണ്. ഇന്നലെ ഉമ്മൻചാണ്ടി പറഞ്ഞു VP സിംഗ് ഗവൺമെൻറ്റിന് BJP പിന്തുണ കൊടുത്തപ്പോൾ ഇടതുപക്ഷവും പിന്തുണ കൊടുത്തു. VP സിംഗ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ്. VP സിംഗ് ഗവൺമെൻറ് മന്ത്രിസഭയിൽ BJP ഉണ്ടായിരുന്നില്ല. BJP ആ ഗവൺമെൻറ് പിന്തുണ കൊടുത്തിരുന്നു. പക്ഷേ VP സിംഗ് ഗവൺമെൻറ്റിനെ ആരാണ് പുറത്താക്കിയത്? കോൺഗ്രസും BJPയും കൂടിയാണ് 91 VP സിംഗ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ പുറത്താക്കിയത്. അന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയപ്പോൾ LK അദ്വാനി ബാബറി മസ്ജിദ് പൊളിക്കാൻ രഥഘോഷയാത്ര പുറപ്പെട്ടപ്പോൾ ആ രഥഘോഷയാത്ര ബീഹാറിൽ വെച്ച് തടഞ്ഞു ലല്ലു പ്രസാദ് യാദവിൻ്റെ ഗവൺമെൻറ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP പാർലമെൻറ്റിൽ അവിശ്വാസം കൊണ്ടുപോകുന്നത്. ആ അവിശ്വാസത്തിന് അന്ന് കോൺഗ്രസ് പിന്തുണ കൊടുത്തു. അന്ന് കോൺഗ്രസ് പിന്തുണ കൊടുത്തിരുന്നില്ലെങ്കിൽ VP സിംഗ് ഗവൺമെൻറ് അധികാരത്തിൽ തുടരുമായിരുന്നു. 92 ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുമായിരുന്നില്ല. അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് BJPയുമായി കൂട്ടുകൂടി VP സിംഗ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ പുറത്താക്കിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വസ്തുതകൾ അറിയുന്ന ജനങ്ങളുടെ മുമ്പിൽ ഈ രഹസ്യ കൂട്ടുകെട്ട് പുറത്തായപ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ നടത്തുന്ന പ്രചാരവേല അത് ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന വസ്തുത കോൺഗ്രസ് നേതാക്കന്മാർ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം വോട്ട് കച്ചവടം നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. 2004 ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിന് സമാനമായ ഒരു മുന്നേറ്റം ഇപ്പോൾ തന്നെ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ശക്തിപ്പെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് സഹായകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ സംഘടിപ്പിക്കും. വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങളുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ലഭിക്കണം. അത്തരത്തിലുള്ള ശക്തികളെ ഏകോപിപ്പിക്കാൻ പരമാവധി ഇടപെടൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് സംഘടിപ്പിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ പറയാനുള്ളത്. ദിവസേന ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് നേരിട്ട് പറയുന്നതിന് ആർക്കാ വിരോധമുള്ളത്? അദ്ദേഹം അതിന് തയ്യാറാണെങ്കിൽ സമയം നിശ്ചയിക്കട്ടെ, സ്ഥലം നിശ്ചയിക്കട്ടെ. ഞാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, SDPIയുടെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട. UDFന് എന്ന് പറയാൻ KPCC പ്രസിഡന്റ് തയ്യാറുണ്ടോ? UDFൻ്റെ നേതാക്കന്മാർ തയ്യാറുണ്ടോ? ഇപ്പം മുനീർ പറഞ്ഞു കഴിഞ്ഞ ദിവസം SDPIയുടെ വോട്ട് വാങ്ങി ജയിക്കുന്നതിനേക്കാൾ നല്ലത് പരാജയമാണ് എന്ന് മുനീർ പറഞ്ഞു. ഈ നിലപാട് UDF പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ട്. അത് മുനീറിൻ്റെ നിലപാട് മാത്രമായി നിന്നാൽ മതിയോ? ഉമ്മൻചാണ്ടി അങ്ങനെ പറയുമോ? ഞങ്ങൾക്ക് RSSൻ്റെ വോട്ട് വേണ്ട, SDPI വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമി വോട്ട് വേണ്ട എന്ന് പറയുമോ?
അതിനു പകരം ഇത്തരത്തിലുള്ള ഒളിച്ചുകളി അവർ അവസാനിപ്പിക്കണം. ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ സാധാരണഗതിയിൽ അഭിമന്യുവിനെ കൊന്ന SDPIക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ അഭിമന്യുവിനെ കൊന്ന SDPIയുമായിട്ടാണ് സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കി അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചാരവേല ചെയ്യുന്നത്. അഭിമന്യു അവസാനം എഴുതി വെച്ചത് വർഗീയത തുലയട്ടെ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം അഭിമന്യു ആ ചുമരിൽ എഴുതിയ മുദ്രാവാക്യമായിരിക്കും, വർഗീയത തുലയട്ടെ എന്നതായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത്. വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ല, NSS ഇപ്പോൾ ഒരു ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് ഞങ്ങൾക്കറിവില്ല. അവരിപ്പോഴും സമദൂരം എന്നതാണ് NSS പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ നിലപാടിൽ അവർ നിൽക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മറിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ NSSന് സാധാരണഗതിയിൽ കഴിയും. അങ്ങനെ പറയുന്നതിൽ വിഷമമുള്ള ഒരു പ്രസ്ഥാനമല്ല NSS. ഇതുവരെ അവർ അങ്ങനെ ഒരു നിലപാടെടുത്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. ചർച്ചയ്ക്ക് തയ്യാറാകണമെങ്കിൽ രണ്ടു കൂട്ടരും തയ്യാറായാലേ ചർച്ച നടത്തും. അവർ ചർച്ചയ്ക്ക് ഇല്ല എന്നൊരു നിഷേധാത്മകമായ നിലപാടെടുത്തു. പിന്നെ ഞങ്ങൾക്ക് ചർച്ച എന്ന് പറഞ്ഞു പോകേണ്ട കാര്യം ഉദിക്കുന്നില്ല. ഞങ്ങൾക്ക് NSS ഞങ്ങളുടെ ശത്രുവല്ല. അല്ല, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങളിപ്പോൾ ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട. ഒരിക്കൽ പറഞ്ഞത് ദിവസവും പറയിപ്പിക്കേണ്ട കാര്യമില്ല. NSSന്റെ നേതൃത്വവുമായി LDFന്റെ മിക്ക സ്ഥാനാർത്ഥികളും ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാ സമുദായ സംഘടനയുടെയും നേതാക്കന്മാരുമായും അനുയായികളുമായും മതമേലധ്യക്ഷന്മാരുമായും LDFന്റെ സ്ഥാനാർത്ഥികൾ ബന്ധപ്പെടാറുണ്ട്. അതുപോലെ NSSന്റെ നേതാക്കന്മാരുമായും LDFന്റെ സ്ഥാനാർത്ഥികൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, ബന്ധപ്പെടുകയും ചെയ്യും. അങ്ങനെ ആരുമായിട്ടും ഇലക്ഷൻ കാലത്ത് ഒരാളുമായി സംസാരിക്കില്ല എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. അവസരം കിട്ടിയാൽ എല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്താൻ LDF തയ്യാറാണ്. ഇപ്പോഴവരുണ്ടാക്കിയ കരാർ അതാണ്, വോട്ട് കച്ചവടത്തിൻ്റെ കരാറാണ്. ഇനി ബാക്കി കാര്യം ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലല്ലോ. ചെയ്യേണ്ടുന്ന സ്ഥലത്തല്ലേ അവർക്ക് ചെയ്യേണ്ട കാര്യം ഉദിക്കുന്നുള്ളൂ. അത്തരമൊരു സാഹചര്യം ഒത്തുവരുന്ന സമയത്തല്ലേ സാധാരണ ഇതിൽ സാധിക്കും. വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് അല്ലേ ജയിച്ചത്? അതെ, അവിടെ കുമ്മനത്തിന് ജയിക്കാൻ കഴിയില്ല, മുരളീധരന് ജയിക്കാൻ കഴിയുമെന്ന് വരുന്ന സ്ഥലത്ത് കോൺഗ്രസ് അപ്പുറത്ത് ചെയ്യില്ലല്ലോ. കോൺഗ്രസ് തോൽക്കുന്നു വരുന്ന സ്ഥലത്തല്ലേ വോട്ട് മാറ്റി ചെയ്യും. അതെ, അത് ഞാൻ പറയാം. നിങ്ങളത് ചോദിക്കുമെന്ന് വിചാരിച്ച് അതിൻ്റെ കണക്ക് പോയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുമെങ്കിൽ കൊടുക്കുമെങ്കിൽ കൊടുക്കണം കേട്ടോ, വെറുതെ ചോദിച്ചാൽ പോരാ. നിയമം തെരഞ്ഞെടുപ്പിൽ 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് LDFന് കിട്ടിയ വോട്ട് 31,643. LDF അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ വോട്ട് 59,142. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എടിയാ പോയത്? ഇതിൽ ഉത്തരമായോ? UDFൻ്റെ വോട്ട് ലോകസഭാ തെരഞ്ഞെടുപ്പ് 2014 32,639 ലോകസഭ കൈപ്പത്തി. അസംബ്ലി ഇലക്ഷൻ UDFൻ്റെ വോട്ട് 13,860. എവിടെ പോയി UDFൻ്റെ 20,000 വോട്ട്? ഞാനാണ് ഉത്തരം പറയേണ്ടത്. BJPയുടെ വോട്ട് 50,000-ൽ നിന്ന് 50,685 നിന്ന് 67,813. അപ്പോൾ ഈ പോയ വോട്ട് എങ്ങോട്ടാണ്? LDFൻ്റെ വോട്ടാണോ പോയത്? UDFൻ്റെ വോട്ടല്ലേ പോയത്? 20,000-ൽ പരം UDF വോട്ട് അപ്പുറത്തേക്ക് മാറി.
പ്രത്യക്ഷമായ കണക്കല്ലേ ഇത്. അപ്പോൾ ഈ നിയമത്തുള്ള മോഡൽ മറ്റ് സ്ഥലത്തേക്ക് പ്രായോഗികമാക്കുമെന്നുള്ളതല്ലേ ഇത് വ്യക്തമാകുന്നത്. ശരിയായ വോട്ട് കച്ചവടം നടന്നു എന്ന് അന്നത്തെ UDF-ൻ്റെ സ്ഥാനാർത്ഥി സുരേന്ദ്രൻപിള്ള ഇന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ. ഉച്ചയോടുകൂടി കോൺഗ്രസ്സുകാർ മുഴുവൻ വെരിഞ്ഞു പോയി എന്ന് അന്നത്തെ UDF സ്ഥാനാർത്ഥി വെളിപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് അന്ന് നടന്ന നിയമ മോഡലാണ് ഇത്തവണ ചില സ്ഥലത്ത് നടപ്പാക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ഇലക്ഷൻ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. ആ കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട്. വർഗീയതക്കെതിരായിട്ടുള്ള സമരമാണ് മുഖ്യമായ സമരം ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്ന പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിലൊരു ചർച്ചാ വിഷയമാകണം. അതുകൊണ്ടാണ് ആ പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ മുൻകൈ എടുക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല. സംഘടനയുടെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല. സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ LDF-ന് വോട്ട് വർദ്ധിക്കും. സ്ത്രീപക്ഷ നിലപാടാണ് LDF സ്വീകരിച്ചത്. കേരളത്തിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷം സ്ത്രീകളാണ്. ശബരിമല പ്രശ്നത്തിന് ശേഷം കേരളത്തിൽ 30 തദ്ദേശഭരണ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അതിൽ 50,000-ലധികം വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ടിൽ ഇടതുപക്ഷ മുന്നണിക്ക് 45% വോട്ട് കിട്ടി. UDF-ന് 38% വോട്ട് കിട്ടി. BJP മുന്നണിക്ക് 12% കിട്ടിയത്. ശബരിമലയ്ക്ക് ശേഷം നടന്ന തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പാണത്. ശബരിമല നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് റാന്നി വടക്കേക്കര ആ പഞ്ചായത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇടതുപക്ഷ മുന്നണിക്ക് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളൂ. മാത്രമല്ല ഭൂരിപക്ഷവും വോട്ടും വർദ്ധിച്ചു. ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ അടുത്ത് യേശാത്ത ഈ പ്രചരണം മറ്റ് സ്ഥലത്ത് യേശു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകാൻ പോകുന്നത്? അതുകൊണ്ട് ആ പ്രശ്നം ഇലക്ഷൻ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഞങ്ങളതിൽ നിന്ന് ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് എൻ്റെ വായിൽ നിങ്ങൾ ചിന്താൻ ശ്രമിക്കരുത്. ഓരോരുത്തർക്കും അഭിപ്രായം പറയാൻ പാടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഞാൻ പറയുന്നതിനനുസരിച്ച് അഭിപ്രായം ബാക്കിയുള്ള ആൾ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് RSSൻ്റെ ശൈലിയാണ്. അത്തരം ശൈലി ഞങ്ങൾക്കില്ല. ഓരോരുത്തർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയിപ്പിക്കുക. അവർക്ക് അഭിപ്രായ പ്രകടനം നടത്താനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിന് ഞങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുന്നതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സവുമല്ല. അതിന് യോജിക്കേണ്ട കാര്യം വിധിക്കുന്നില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്ന എല്ലാ അഭിപ്രായത്തോടും എനിക്ക് യോജിക്കാനോ ഞാൻ പറയുന്ന എല്ലാ കാര്യത്തോടും അദ്ദേഹത്തിനോ യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ അദ്ദേഹം ആ സംഘടനയിലും ഞാൻ ഈ സംഘടനയിലും നിൽക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ അഭിപ്രായമായാൽ ഞങ്ങൾ രണ്ടാളും ഒരു പാർട്ടിയിലാവും. ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനായിട്ട് നിൽക്കുന്നതും കോടിയേരി ബാലകൃഷ്ണനായിട്ട് നിൽക്കുന്നതും. ഞാൻ CPM-ലാണ്, അദ്ദേഹം CPM-ലില്ല. അദ്ദേഹം എൻ്റെ അഭിപ്രായത്തോട് യോജിച്ചാൽ CPM-ൽ ചേരും. ഇതുവരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടതായി എനിക്കറിയില്ല. 20 സീറ്റുകളിലും ശക്തമായ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. അതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോലും നല്ല മത്സരം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയും. ഏറ്റവും കൂടുതൽ യുവ വോട്ടർമാരുള്ള മണ്ഡലം മലപ്പുറം ലോക്സഭയാണ്. അവിടെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞൊരു വിദ്യാർത്ഥിയെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലുള്ളൊരു മണ്ഡലം, യുവാക്കൾ ഏറ്റവും കൂടുതലൊരു മണ്ഡലത്തിൽ ഒരു യുവ സ്ഥാനാർത്ഥിയെ നിർത്തി തീപ്പാറുന്ന പോരാട്ടം മലപ്പുറത്ത് ഇപ്പോൾ നടക്കുകയാണ്. നിങ്ങളവിടെ പോയാൽ നോക്കിക്കോ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നല്ല മത്സരം ഞങ്ങൾക്ക് നടത്താൻ ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്.
NSSന്റെ ആളുകളെ മിക്ക സ്ഥാനാർത്ഥികളും പോയി കണ്ടിട്ടുണ്ട്, പല നേതാക്കന്മാരും കണ്ടിട്ടുണ്ട്. ആർക്കും കാണണ്ട എന്നൊരു വിലക്ക് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കാണാൻ സൗകര്യമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ കാണണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി കാണാൻ പറ്റില്ല, ഇടിച്ചു കയറാനൊന്നും പറ്റില്ല. അദ്ദേഹം ഒരാളെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവർ പോയിട്ട് കാണും. അങ്ങനെ പലരും പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ആരെയും അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല. നല്ല സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. പോയ സ്ഥാനാർത്ഥികളോടൊക്കെ നല്ല സൗഹൃദപരമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചിട്ടേ ഇല്ല. ഇത്തരം കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന കോൺഗ്രസ്സുകാരൊരു കാര്യം ആലോചിക്കണം. അവരിതുപോലുള്ള പ്രശ്നങ്ങൾ വെച്ച് ഞങ്ങൾക്കെതിരായിട്ട് ഒരു വിരൽ ചൂണ്ടുമ്പോൾ അവർക്കെതിരെ 4 വിരലുകളാണ് ചൂണ്ടപ്പെടുന്നത്. ബലാത്സംഗ കേസിലെ പ്രതികളെ സ്ഥാനാർത്ഥിയാക്കിയവരാണ് ഒരു ബലാത്സംഗമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ എത്ര ബലാത്സംഗ കേസിലെ പ്രതികളുണ്ട്? കണക്കെടുത്തിട്ടുണ്ടോ? നിങ്ങളതൊന്നും കണക്കെടുക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയ ആളുകളാണ് ഇപ്പോൾ എന്തോ ഒരു ആഫീസിൽ എന്തോ നടന്നു പറഞ്ഞിട്ട് രംഗത്തിറങ്ങി. അതുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. ആരാണോ അതിൽ പെട്ടിട്ടുള്ള ആളുകൾ അവർക്കെതിരായിട്ട് കർശനമായ നടപടി സ്വീകരിക്കട്ടെ. ഏത് ഏജൻസി വേണമെങ്കിലും അത് അന്വേഷിച്ചു കൊള്ളട്ടെ. അത്തരത്തിൽപ്പെട്ട ഒരാൾക്ക് യാതൊരു സംരക്ഷണവും CPM നൽകില്ല. ഇത് പാർട്ടി അന്വേഷിക്കേണ്ടതായാലും ഇത് പാർട്ടി മെമ്പർമാരോ പാർട്ടിയായി ബന്ധപ്പെട്ടവരോ അല്ല. നാട്ടിൽ പാർട്ടി ഓഫീസിൽ അങ്ങോട്ട് സംഭവം നടന്നിട്ടില്ല എന്ന് അവിടെ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ പാർട്ടി ഓഫീസിൽ നടന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അത് പോലീസിൻ്റെ പണിയാണ്. അത് പോലീസ് കേസായി കഴിഞ്ഞു. പോലീസിൽ FIR ഇട്ട് കഴിഞ്ഞ കേസ് ഞങ്ങൾ എന്തിനാണ് അന്വേഷിക്കേണ്ട കാര്യം? അത് പോലീസ് അന്വേഷിക്കട്ടെ. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിലുള്ള രാധേൻ്റെ കഥ അറിയോ? ആ രാധേനെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല കൊല്ലുക ചെയ്തത് കോൺഗ്രസ് ഓഫീസിലിട്ടിട്ട്. അതിൻ്റെ പാർട്ടിയായിട്ടുള്ള ചെന്നിത്തലയാണ് ഇപ്പോൾ ഇതുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ചെന്നിത്തലയോട് എനിക്ക് പറയാനുള്ളത് സ്വയം ചികിത്സിക്കണം. ഇത്തരം കാര്യങ്ങൾക്ക് സ്വന്തം പാർട്ടിക്കാരുടെ കാര്യം ആദ്യം നോക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുക നല്ലതാണ്. ഇതൊന്നും ഒരു മണ്ഡലത്തിലും വ്യക്തിപരമായ പ്രശ്നമല്ല. 91 വടകരയിൽ കോലീബി ഉണ്ടായത് ഉണ്ണികൃഷ്ണനോടുള്ള വിരോധം കൊണ്ടാണോ? അന്ന് ഉണ്ണികൃഷ്ണനായിരുന്നല്ലോ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി. അന്നവിടെ എല്ലാവരും കൂടി മുന്നണി ഉണ്ടാക്കി KP ഉണ്ണികൃഷ്ണനെതിരായിട്ട് മുന്നണി ഉണ്ടാക്കിയത് ഉണ്ണികൃഷ്ണനോടുള്ള വ്യക്തിവിരോധമല്ല, രാഷ്ട്രീയ വിരോധമാണ്. P. ജയരാജൻ ഇടതുപക്ഷ മുന്നണിയുടെ ശക്തനായ നേതാവാണ്. ആ P. ജയരാജനുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല, രാഷ്ട്രീയമായിട്ടുള്ള വിരോധമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അവരെല്ലാം ഒന്നിച്ചു നിൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജയരാജനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഞങ്ങളെന്താ ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കില്ല. അവരെല്ലാം ഒന്നിച്ചു നിന്നാലും വടകര ഇത്തവണ ഇടതുപക്ഷ മുന്നണി ജയിക്കും. 50% വോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് വടകരയിൽ ഇത്തവണ കിട്ടും. അതുകൊണ്ട് വടകരയുടെ വിജയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയരാജനെ കൊണ്ടുപോയി മത്സരിപ്പിക്കും. ഞങ്ങളെല്ലാ കണക്കൂട്ടിൽ തന്നെയാണ് ജയരാജനെ മത്സരിപ്പിച്ചത്. RMP കഴിഞ്ഞ തവണ UDFൻ്റെ കൂടെ തന്നെയല്ലേ അവർ സ്ഥാനാർത്ഥിയെ നിർത്തും, വോട്ട് മറിച്ച് ചെയ്യും. അതല്ലേ RMP കഴിഞ്ഞ തവണ ചെയ്തത്. അവരെല്ലാം ഒന്നിച്ച് നിന്ന് മത്സരരംഗത്ത് വരുമെന്ന് ഞങ്ങൾക്ക് ആദ്യമേ അറിയാമായിരുന്നു. അതുകൊണ്ടെന്താ രാഷ്ട്രീയമായ എതിർപ്പുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ എതിർപ്പുള്ള സ്ഥലത്തല്ലേ കൂത്തുപറമ്പിൽ മത്സരിച്ചപ്പോൾ 46,000 വോട്ടിൻ്റെ അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചത്. അന്ന് എതിർപ്പുണ്ടായിട്ടില്ലേ? കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ ചരിത്ര ഭൂരിപക്ഷം കിട്ടിയത് P. ജയരാജനല്ലേ? ജയരാജൻ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അതൊക്കെ അറിയുന്ന ജനങ്ങൾ അത് തപസ് തീരുമാനിക്കും. ജയരാജൻ്റെ ഒരു കൈ വെട്ടിയെടുത്ത് താഴത്തിട്ടതല്ലേ? ആ വെട്ടിയെടുത്തിട്ട കൈ വലത് കൈ തുന്നിക്കൂട്ടി വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് P. ജയരാജൻ. അത് ഓർക്കുന്ന ജനങ്ങൾ, ജയരാജനെ കാണുന്ന ആളുകൾ കാര്യം മനസ്സിലാക്കൂലേ? അപ്പം അതുകൊണ്ട് അത്തരം പ്രചരണങ്ങളൊന്നും അവിടെ വിലപ്പോവില്ല. ഇതെല്ലാ തിരഞ്ഞെടുപ്പിലും പറയുന്നതല്ലേ? ഈ TP ചന്ദ്രശേഖരൻ്റെ അക്രമ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചത് വടകര അസംബ്ലി മണ്ഡലത്തിൽ?
അവിടെ ആരാ ജയിച്ചത്? ഇടതുപക്ഷ മുന്നണിയല്ലേ ജയിച്ചത് വടകര അസംബ്ലി മണ്ഡലത്തിൽ. ഒരു സംഭവം നടന്ന് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എത്രയോ കേരളത്തിൽ നടന്നില്ലേ? അത്തരത്തിലുള്ള സംഭവങ്ങൾ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ആളുകൾ ചർച്ച ചെയ്യപ്പെടും. അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട ഘട്ടത്തിൽ ഇടതുപക്ഷ മുന്നണിയാണ് അവിടെ ജയിച്ചത്, UDF അല്ലേ ജയിച്ചത്. അതുകൊണ്ട് അതൊന്നും ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവുമില്ല. അഴീക്കോടൻ രാഘവൻ കൊന്ന സ്റ്റേറ്റാണ് കേരളം അല്ലേ? എത്ര തെരഞ്ഞെടുപ്പിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു? കുഞ്ഞാലി MLA വെടിവെച്ച് കൊന്ന സംസ്ഥാനമാണ് കേരളം. 700 കമ്മ്യൂണിസ്റ്റുകാർ കൊല ചെയ്യപ്പെട്ട സ്റ്റേറ്റാണ് കേരളം. ആകെ ഒരു ചന്ദ്രശേഖരൻ മാത്രമാണോ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത്? അപ്പോൾ ഈ എല്ലാ കൊലപാതകങ്ങളും ചർച്ച ചെയ്യപ്പെടട്ടെ. ഞങ്ങൾ അത്തരം ചർച്ചകളിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കൊലപാതക രാഷ്ട്രീയം ആരാണ് കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം നടത്തുന്നത്? ചർച്ച ചെയ്യപ്പെടാം. 236 ആളുകളെ കേരളത്തിൽ CPM-കാരെ കൊന്നത് BJP-കാരാണ്. 250-ൽ പരം ആളുകളെ കൊന്നത് കോൺഗ്രസ്സാണ്. പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ടോ? പോലീസുകാർ ലോക്കപ്പിൽ കൊണ്ടുപോയി ഒരു കോൺഗ്രസ്സുകാരനെ തല്ലിക്കൊന്നിട്ടുണ്ടോ കേരളത്തിൽ? BJP-കാരനെ കൊന്നിട്ടുണ്ടോ? അതിനൊക്കെ വിധേയമായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ലേ? അതിൻ്റെ ആളുകളെ നോക്കി നിങ്ങൾ കൊലയാളികളാണ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തും. അതുകൊണ്ട് ഇതെല്ലാ തെരഞ്ഞെടുപ്പിലും അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടതല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ച അക്രമ രാഷ്ട്രീയമായിരുന്നില്ലേ? അക്രമത്തിൻ്റെ പ്രതീകമായി പിണറായി വിജയനെ അവതരിപ്പിച്ചില്ലേ കഴിഞ്ഞ ധർമ്മടം അസംബ്ലി മണ്ഡലത്തിൽ? അവിടെ ഇടതുപക്ഷ മുന്നണിക്ക് ചരിത്ര വിജയം കിട്ടിയില്ലേ? അതുകൊണ്ട് ഈ പ്രചരണമൊക്കെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന ജനങ്ങൾ ഇത് മുഖവിലക്ക് എടുക്കില്ല. അല്ല, അക്രമ രാഷ്ട്രീയത്തിനെതിരാണ് CPIM. CPIM അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ജയരാജൻ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ ആളാണ്. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയല്ല ജയരാജൻ. അക്രമ രാഷ്ട്രീയത്തിന് ഇരയായിട്ടുള്ള ഒരാളാണ് P. ജയരാജൻ. അക്രമ രാഷ്ട്രീയക്കാരനല്ല. ഒരു കേസിൽ പ്രതിയായാൽ കൊലയാളിയാകുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, K. കരുണാകരൻ കൊലക്കേസിൽ പ്രതിയായിട്ടില്ലേ? ഇപ്പോൾ ഒരു പ്രതിയായ ജയരാജൻ കൊലയാളിയാണെന്ന് വിളിക്കുന്നവർ ഓർക്കണം. ഇപ്പോൾ അവിടെ പോയിട്ട് മുരളീധരൻ പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഇത് അദ്ദേഹത്തിൻ്റെ പിതാവാണല്ലോ K. കരുണാകരൻ. അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു എന്നുള്ള കാര്യം കൊണ്ട് കൊലയാളിയാണ് K. കരുണാകരൻ എന്ന് പറഞ്ഞാൽ കേരള സമൂഹം വിശ്വസിക്കുമോ? കേരളത്തിൽ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ വിവിധ കൊലക്കേസിൽ പ്രതിയായിട്ടുണ്ട്? അങ്ങനെയാണ് കൊലയാളിയാണെന്ന് പറഞ്ഞാൽ അവരേതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കരുണാകരൻ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അതിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ആളാണ്. P. ജയരാജൻ ഇതുവരെ ഒരു കൊലക്കേസിൽ ശിക്ഷിച്ചിട്ടില്ല. ഞങ്ങളുടെ പേരിലും പലപ്പോഴും പലയാളുടെ പേരിലും കേസുണ്ടായിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ടാലേ ശിക്ഷയായിട്ട് മാറുന്നുള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ആരോപണം മാത്രമാണ്. അങ്ങനെ ആരോപണമുള്ള ആളുകൾ എത്ര ആളുകളുണ്ട്? UDF-ൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വിവിധ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളില്ലേ? അതെല്ലാം ആരോപണമായിട്ടേ ഞങ്ങൾ കരുതുന്നുള്ളൂ. അതൊന്നും അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രശ്നം ഉന്നയിക്കുന്നില്ല.